ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് വന്നിട്ട് 10 പക്ഷേ ഇന്ന് നമ്മളെ വ്ളോഗ് നോമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള വ്ളോഗല്ല കേട്ടോ. പകരം ഇന്ന് നമ്മളൊരു ദുബായ് പെട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതെ ഗൈസ്, ഉമ്മ കൊണ്ടുവന്നിട്ടുള്ള പെട്ടി നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് പെട്ടികളൊന്നും ഇല്ല കേട്ടോ. ആകപ്പാടെ 2 പെട്ടിയേ ഉള്ളൂ. അതിൽ ഒരു ട്രോളിയും അതേപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ ഞാനും തത്തി അയാനും ജിതാനും എല്ലാവരും കൂടി കൂടിയിട്ടോ പൊളിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഇക്കാക്ക വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദാ ഉസ്മാനും അതേപോലെ അലങ്കി ഉപ്പ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളാണല്ലോ പെട്ടി പൊളിക്കുമ്പോൾ മെയിൻ ആൾക്കാർ. അപ്പോൾ നമ്മൾ തന്നെ പൊളിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ പെട്ടി പൊളിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കാണുന്ന പോലെ തന്നെ നമ്മളെ പുതപ്പുണ്ട് മുകളിൽ തന്നെ, കമ്പിളി പുതപ്പ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ സേഫായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്യണത്. ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ, എനിക്കറിയാം. ഓക്കെ, അത് വിടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുറന്നപ്പോൾ മുകളിൽ ഉണ്ടായിരുന്നത് കുറച്ച് ബെഡ്ഷീറ്റ്, അതേപോലെ ടെർക്കി ടവൽസ്, പിന്നെ കുറച്ച് നൈറ്റീസ്, അങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്താത്തയാണ് ഡ്രസ്സൊക്കെ എടുത്തെടുത്ത് മാറ്റുന്നത് കേട്ടോ. പിന്നെ അയാൾക്ക് ഒരു കുട്ടി മുസല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഉമ്മ കാണിച്ചെടുക്കുകയാണ്. അയാനീ നോക്ക്, ഇതാ അയാൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി മുസല്ല ഉമ്മ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കത് ഭയങ്കര സന്തോഷമായി. കാരണം അയാനിപ്പോൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൻ ഇങ്ങനെ മമ്മ ഞാനിത് റൂമിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് എടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടി മുസല്ല നല്ല രസമാണല്ലേ. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ മൂപ്പര് അത് റൂമിലേക്ക് എടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഒരു പെട്ടി, അതേപോലെ ഒരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഹാൻഡ് ബാഗ് ഉണ്ട്. അതിലൊരു ഹാൻഡ് ബാഗ് ഉമ്മ വരുമ്പോൾ ഉമ്മ ഇട്ടിട്ടാട്ടോ പോകുന്നത്. അപ്പം നമുക്ക് 2 പേർക്കും വാങ്ങിയിട്ടുള്ള ഹാൻഡ് ബാഗാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മൾ ചോക്ലേറ്റ് ആട്ടോ എടുക്കുന്നത്. കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ കവറിൽ കുറച്ച് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പ്രേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ പിസ്ത, ബദാം, കാരക്ക, നോമ്പൊക്കെ ബേസ് ആയതുകൊണ്ട് ഈത്തപ്പഴം ഇല്ലാത്തൊരു പരിപാടിയില്ല. അല്ലെങ്കിൽ ഉമ്മ ഈത്തപ്പഴം കുറേ കൊണ്ടുവരും കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ തവണ ഉമ്മ കാരക്ക കുറച്ച് കുറവാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഗായ്സ്, ഞാൻ ഞെട്ടിയ സംഭവം കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ്. ഇത് ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. ഇത്താത്തൊക്കെ തീരെ മനസ്സിലായില്ല. ഇത്താത്ത ഒരു പാക്കറ്റ് ഓൾറെഡി അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. കേസ് ഞാൻ ഞെട്ടി. എന്താ വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പട്ട, കറാമ്പൂ, ഏലക്ക, അങ്ങനത്തെ ഗ്രാമ്പൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ചോക്ലേറ്റ് തന്നെയാണ്. പിന്നെ കുട്ടിയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതലും ചോക്ലേറ്റ് തന്നെയാട്ടോ ഉള്ളത്. അപ്പോൾ ചോക്ലേറ്റ് തന്നെ രണ്ടാളെ കയ്യിലും കൊടുത്തേക്കാണ് ടേബിൾമേലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഒരു രസമാണല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ മാമന്മാരും ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ പെട്ടിയൊക്കെ പൊളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും, എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഗൈസ്. അതൊരു രസം തന്നെയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ നമുക്ക് ഇവിടെ ഗൾഫാരുണ്ടായിക്കൊണ്ട് നമുക്ക് കുറച്ച് ഗൾഫ് പെട്ടികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ പിന്നെ അതാ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പെട്ടി കാലിയായിട്ടുണ്ട്. സിദ്ധാന്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിലൊന്നും ഇല്ല ഭാവേന്നും പറഞ്ഞിട്ട്. ഇനിയുള്ള ഉമ്മൻ്റെ അടുത്ത ട്രോളി ബാഗാണ്. അതിൽ എന്താണുള്ളത് വെച്ചാൽ മെയിനായിട്ടൊന്നുമില്ല കേസ്. ഉമ്മാൻ്റെ കുറച്ച് പർദ്ദകളും പിന്നെ അയാനിക്കൊരു ടാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞു, ഞാനിത് പൊളിക്കട്ടെ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിത് എടുക്കുകയാണ് കേട്ടോ. പൊളിച്ചിട്ടില്ല, ഞാനിത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടേ ഉള്ളൂ. നോക്കിയപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ടാബാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ ടാബൊന്നും യൂസ് ചെയ്യാൻ കൊടുക്കില്ല. പക്ഷേ ഈ ടാബ് എടുത്ത് വെച്ചിട്ട് അവനൊരു ടൈം ആകുമ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഗാലക്സി A9 അങ്ങനെ എന്തോ ഒരു ടാബാണ്. പിന്നെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പാക്കറ്റ്. പിന്നെ ഇതാ ഇത്താത്തക്കും എനിക്കും ഉമ്മ 2 വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഫസ്റ്റ് വാച്ച് വന്നിട്ട് ബ്ലൂ, അതേപോലെ തന്നെ ഒരു ഗോൾഡനും. പിന്നെ നമ്മൾ സ്മാർട്ട് വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ പറഞ്ഞു ഇതിൽ കുറേ എന്താ പറയുക സ്ട്രാപ്സ് ഉണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇത് സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഇത് അയാനിക്കുള്ളതാണെന്ന് കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അയാനിക്കുള്ളതല്ല, ഇത് വലിയ ആൾക്കാരെ വാച്ചാണെന്ന്. അപ്പോൾ ഇത് ഞാൻ ഉസ്മാനിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അലിയൻക ഇങ്ങനത്തെ വാച്ച് കെട്ടാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉസ്മാനിക്ക് കൊടുത്തത്. പിന്നെ ഇവിടെ അലിയൻക നമ്മളെ ടാബ് അൺബോക്സ് ചെയ്യാണ് ഗായ്സ്. സാംസങ് A9 ഗാലക്സി.
ഓക്കെ. അപ്പോൾ അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൻ ഇങ്ങനെ തന്നേന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഇപ്പോഴൊന്നും കൊടുക്കില്ല കേട്ടോ. ജസ്റ്റ് ഇപ്പൊ കാണിച്ചു കൊടുത്തത് മാത്രമാണ്. പിന്നെ ഓന് ആ സംഭവം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല, നമ്മളത് എടുത്തു വെച്ചു കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇപ്പോഴൊന്നും കൊടുക്കാൻ എന്താ പറയുക വിചാരിച്ചിട്ടില്ല. പിന്നെ മമ്മാമിൻ്റെ പൂതിക്ക് കൊണ്ടുവന്നതാണ് ഒരു ടാബ് മോന്. പിന്നെ അത് മറ്റാളിങ്ങനെ ഏറ്റി പാർത്തൊക്കെ നോക്കുന്നുണ്ട്. മൂപ്പർക്ക് പിന്നെ ബോൾ കിട്ടിയാൽ മതി കേട്ടോ. ബോൾ ഉണ്ടെങ്കിൽ മൂപ്പർ ഹാപ്പിയാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഉമ്മ കൊണ്ടുവന്നിട്ടുള്ള സാധനം. ഷാംപൂ, സോപ്പ്, ചോക്ലേറ്റ്, മെയിനായിട്ട് ചോക്ലേറ്റ്, അതേപോലെ കാരക്ക, പട്ടാക്ക, റംബു, അങ്ങനത്തെ സാധന ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ബാഗ് ഇതാ ഇത് രണ്ടുമാണ് കേട്ടോ, ഒരു പിങ്കും ഒരു മെറൂണും. ആ മെറൂണും ഞാൻ എടുത്ത് പിങ്ക് ഇത്താത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. ടാറ്റാ ബൈ ബൈ.